ഹലോ. അപ്പം ഞാൻ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഞാൻ വർക്കല ക്ലിഫിൽ പോയിട്ടുള്ള ഒരു വീഡിയോസാണ്. അപ്പം വർക്കല ക്ലിഫ് എന്ന് പറഞ്ഞാൽ ഏകദേശം പോയിട്ടുള്ളവർക്കെല്ലാം നല്ലോണം മനസ്സിലാവുമായിരിക്കും. അവിടുത്തെ എന്ന് വെച്ചാൽ നമ്മൾ ഗോവയിലൊക്കെ പോകുന്നൊരു ഫീലാണ്. ആൻഡ് ഈ സംഭവങ്ങളൊക്കെ നല്ല പ്രൈസാണ്. ആ ആളെന്നോട് പറഞ്ഞ വീഡിയോസ് എടുക്കല്ലെന്ന് പറഞ്ഞ്, പക്ഷേ അവരുടെ ഭാഷ ഇംഗ്ലീഷോ മലയാളമോ അങ്ങനെ ഒന്നുമല്ല സംസാരിക്കുന്നത് കൊണ്ട് എനിക്ക് അവരുടെ ഭാഷ ഏത് ഭാഷയാണെന്ന് പോലും ഞാൻ കേട്ടിട്ടില്ല. ആ ഭാഷയാണ് അവർ സംസാരിക്കുന്നത്. അതുകൊണ്ട് ഞാൻ ആ ക്ലിപ്പ് എടുത്തു. ഞാൻ അതുകൊണ്ട് അതിനകത്ത് ആഡ് ചെയ്ത്. പിന്നെ നമ്മൾ ഇവിടെ പറയാനാണെങ്കിൽ ഒരുപാടുണ്ട്, കാണാനാണെങ്കിൽ അതിലേറെയുണ്ട്. പക്ഷേ ഒരുപാട് ഇന്നങ്ങും കയറിയാൽ തീരത്തില്ല. ഞാൻ കുറേയൊക്കെ നടന്നു. ഇവിടെ ഫുള്ളും റെസ്റ്റോറൻറ്റും കുറേ ഗസ്റ്റ് ഹൗസും അങ്ങനെ കാര്യങ്ങളും കുറേ ഷോപ്പും കാര്യങ്ങളൊക്കെയാണ്. ഇവിടെ പോയിട്ടുള്ളവർക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും. അടിപൊളി ഒരു എന്താ പറയുന്നത്, ഒരു പ്രത്യേക ഒരു ഫീലാണ്. പിന്നെ ഇവിടെ നിന്ന് ഈ വെച്ചിരിക്കുന്ന ഈ ഫിഷൊക്കെ ഉണ്ടല്ലോ, നമ്മൾ എല്ലാ റെസ്റ്റോറൻറ്റിലും ഓരോ ഫിഷുകളൊക്കെ ഉണ്ട്. നമ്മൾ പറയുന്ന രീതി അവർ നമുക്ക് ഫ്രൈ ചെയ്ത് തരുന്നതാണ്. പിന്നെ അത് കഴിഞ്ഞ് നല്ല സ്മെല്ലൊക്കെ ഉണ്ടായിരുന്നു അവിടെ നിന്ന്. ഞാനത് മൂക്ക് തപ്പി ഓടുന്നത്. പിന്നെ അത് കഴിഞ്ഞിട്ട് മുന്നോട്ട് വരുമ്പോൾ കുറേ ബൊഗേൻസിൻ്റെ ഏരിയാസൊക്കെ ഉണ്ട്. എനിക്ക് പണ്ടേ ബൊഗേൻ വില്ലാസ് ഭയങ്കര ഇഷ്ടമാണ്. ലൈറ്റും കാര്യങ്ങളൊക്കെ ആകുമ്പോൾ ഒന്നുകൂടെ ഭയങ്കര രസമാണ്. അതിൻ്റെ കൂടെ ഫ്രണ്ട് വ്യൂ എന്ന് പറഞ്ഞാൽ കടലും പിന്നെ ഒന്നും പറയണ്ടല്ലോ. പിന്നെ ഞാൻ കുറേ റീൽസും കാര്യങ്ങളൊക്കെ എടുത്തു. അതിൻ്റെ ഒരു ഇതാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. റീൽസിൻ്റെ ഇളക്കമാണ് ഈ കാണിക്കുന്നത്. അത് ഞാൻ ഇതിനകത്ത് ഉൾപ്പെടുത്തിയെന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ അതെല്ലാം കഴിഞ്ഞ് കുറച്ചും കൂടെ ഫ്രണ്ടിലോട്ട് വരുമ്പോൾ ഒരുപാട് ആർട്ട് ഗാലറീസും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഈ ആർട്ട് ഗാലറീസ് എന്ന് പറഞ്ഞാൽ ഒന്നും പറയാനില്ല. എനിക്ക് പണ്ടേ ഈ ആർട്ട് ഗാലറീസ് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. എന്തോ ഒരു പ്രത്യേക വൈബാണ് ഇവിടെ. നമുക്കിങ്ങനെ നടക്കുമ്പോൾ ആ ഫീല് മനസ്സിലാവത്തുള്ളൂ. പിന്നെ അത് കഴിഞ്ഞ് കുറച്ചിങ്ങനെ മുന്നോട്ട് വരുമ്പോൾ എല്ലാം നമ്മുടെ മൈൻഡ് ഓക്കെ ആക്കാൻ പറ്റിയൊരു പ്ലേസാണിത്. വേറെ ഒന്നും പറയാനില്ല. പിന്നെ അത് കഴിഞ്ഞ് കുറച്ച് ഫ്രണ്ടിലോട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ ഇനി കാണിക്കാൻ പോകുന്നത് അതിൻ്റെ ദൂരം അറ്റത്ത് കാണുന്ന ഒരു ലൈറ്റ്സ് ഇല്ലാണ്ട് ആ കടലിൻ്റെ അവിടെ വരെ ഉണ്ട്. കാൽ ഭാഗം മാത്രമേ പോയിട്ടുള്ളൂ. എനിക്ക് കാല് വേദനിച്ച് ഞങ്ങൾ തിരിച്ച് പിന്നെ നടന്ന്. പിന്നെ അതും കഴിഞ്ഞ് ഇങ്ങോട്ട് വരുമ്പോൾ ഒരു റെസ്റ്റോറൻറ്റിൽ നല്ല മ്യൂസിക്കൊക്കെ നടക്കുന്നു. അത് ഞാൻ വോയിസിൽ കൂടെ പറഞ്ഞാൽ അതിനൊരു ഒരു ഭംഗി കാണത്തില്ല. നിങ്ങളൊന്ന് കേട്ട് നോക്ക്, അപ്പോൾ മനസ്സിലാവും.